2025 നടക്കാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ്, 2026 നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് കേരളം എന്ന സംസ്ഥാനത്ത് കോൺഗ്രസ് പാർട്ടിയുടെയും UDFിൻ്റെയും ഭാഗധേയം നിർണ്ണയിക്കുവാൻ പോന്നതാണ്. തുടർച്ചയായി 2 വർഷം അധികാരത്തിൽ നിന്ന് പുറത്തിരുന്ന കോൺഗ്രസിന് ഇനിയൊരു പരാജയം കൂടി ഉൾക്കൊള്ളുവാനുള്ള ആർജവമില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഈ കാര്യങ്ങൾ കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് കേരളത്തിലെ KPCCക്ക് പുതിയൊരു നേതൃനിരയെ കോൺഗ്രസ് ഹൈക്കമാൻഡ് നിയോഗിച്ചത്. എന്നാൽ ഇതിൽ മാത്രം ഒതുങ്ങുന്നതല്ല കോൺഗ്രസിന്റെ സംഘടനാ സംവിധാനങ്ങളിലെ പൊളിച്ചെഴുത്ത് എന്ന സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇന്നലെ ഡൽഹിയിൽ വെച്ച് കോൺഗ്രസിന്റെ പുതിയ ടീമുമായി നടത്തിയ ചർച്ചയിൽ ഇതുമായി ബന്ധപ്പെട്ട കൃത്യമായ സൂചനകൾ ഹൈക്കമാൻഡ് വൃത്തങ്ങൾ നൽകി കഴിഞ്ഞു. KPCCയുടെ സംഘടനാ സംവിധാനത്തിൽ കൃത്യമായ ഒരു പൊളിച്ചെഴുത്താണ് ഹൈക്കമാൻഡ് ഉദ്ദേശിക്കുന്നത്. നേരത്തെ നടത്തിയ പല പഠനങ്ങളുടെയും സർവേ റിപ്പോർട്ടുകളുടെയും അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ പുതിയൊരു ഘടനയ്ക്ക് രൂപം കൊടുക്കുവാൻ ഹൈക്കമാൻഡ് തീരുമാനമെടുത്തിട്ടുള്ളത്. കേരളത്തിലെ കോൺഗ്രസിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എപ്പോഴും പാർട്ടിക്ക് എല്ലാ തലങ്ങളിലുമുള്ളത് ജംബോ സമിതികളാണ്. ഇത് മാറ്റം വരുത്തുവാനാണ് ഹൈക്കമാൻഡ് ആദ്യമേ തന്നെ ലക്ഷ്യമിടുന്നത്. എന്നാൽ കേരളത്തിലേക്ക് എത്തുമ്പോൾ ഇത് എത്രമാത്രം പ്രായോഗികമാകും എന്ന കാര്യത്തിലും ചില തർക്കങ്ങൾ നിലനിൽക്കുന്നുണ്ട്. പാർട്ടിക്കുള്ളിലെ ഗ്രൂപ്പുകളുടെ വീതം വെപ്പാണ് പലപ്പോഴും ജംബോ സമിതികൾ രൂപീകരിക്കുന്ന സാഹചര്യത്തിലേക്ക് നയിക്കുന്നത്. എന്നാൽ ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് കേരളത്തിലെ ഒരു ജില്ലയിൽ നിന്ന് ഒരു KPCC ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ പാർട്ടിക്ക് 14 ജനറൽ സെക്രട്ടറിമാരും, ഒരു ജില്ലയിൽ നിന്ന് 2 KPCC സെക്രട്ടറി എന്ന നിലയിൽ പാർട്ടിക്ക് 28 സെക്രട്ടറിമാരുമാണ് ഉണ്ടാകാൻ പോകുന്നത്. നിലവിൽ KPCC ജനറൽ സെക്രട്ടറിമാരുടെ എണ്ണം 32 എന്നത് നമ്മൾ ഓർക്കണം. ഈ 32 ജനറൽ സെക്രട്ടറിമാരിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച ഏതാനും പേരെ ഭാരവാഹി പട്ടികയിൽ നിലനിർത്തുമെന്ന സൂചനകളും പുറത്തു വരുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട തീരുമാനം എന്ന് പറയുന്നത് KPCC അംഗങ്ങളുടെ കാര്യത്തിലാണ്. കേരളത്തിലെ കോൺഗ്രസിന്റെ ഘടനയനുസരിച്ച് ഒരു നിയോജക മണ്ഡലത്തിൽ 2 ബ്ലോക്കുകളാണുള്ളത്. ഓരോ ബ്ലോക്കിൽ നിന്നും ഓരോ പ്രതിനിധി എന്ന നിലയിൽ 140 നിയോജക മണ്ഡലങ്ങളിൽ നിന്നായി 280 KPCC അംഗങ്ങളാണ് പാർട്ടിക്കുള്ളത്. ഇവരിൽ പ്രായാധിക്യമുള്ളവരെയും പദവി അലങ്കാരമായി കൊണ്ടു നടന്ന് കാര്യക്ഷമമായി പ്രവർത്തിക്കാത്തവരെയും രോഗങ്ങളുള്ളവരെയും മാറ്റി നിർത്തുവാനും പകരമായി പുതിയ ആളുകളെ ഈ പദവികളിലേക്ക് അല്ലെങ്കിൽ KPCC മെമ്പർ സ്ഥാനത്തേക്ക് നിയോഗിക്കുവാനുമാണ് പാർട്ടി ഹൈക്കമാൻഡ് ആലോചിക്കുന്നത്. KPCC മെമ്പർമാരെ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി KPCC എക്സിക്യൂട്ടീവ് എന്ന സംവിധാനത്തെ ഒഴിവാക്കുമെന്നും KPCCയുടെ മറ്റൊരു ജംബോ സമിതിയായ രാഷ്ട്രീയകാര്യ സമിതിയെ ഒഴിവാക്കുമെന്നും സൂചനകളുണ്ട്. ഇതിനു പകരമായി മുതിർന്ന നേതാക്കളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് കേരളത്തിൽ ഒരു കോർ കമ്മിറ്റിക്ക് രൂപം കൊടുക്കുമെന്നും ഈ കമ്മിറ്റി ഹൈക്കമാൻഡിലെ വർക്കിംഗ് കമ്മിറ്റി പോലെ തന്നെ കോൺഗ്രസിന്റെ കേരളത്തിലെ പരമോന്നത സമിതിയായി പ്രവർത്തിക്കുമെന്നും സൂചനകൾ പുറത്തു വരുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട മാറ്റം എന്ന് പറയുന്നത് DCC അധ്യക്ഷന്മാരുടെ കാര്യത്തിലാണ്. കേരളത്തിലെ 14 ജില്ലാ കമ്മിറ്റി അധ്യക്ഷന്മാരിൽ 13 പേർക്കും സ്ഥാനം നഷ്ടമാകുമെന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. നിലനിർത്തുവാൻ പോകുന്ന ജില്ലാ അധ്യക്ഷൻ എന്ന് പറയുന്നത് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് മാത്രം നിയമിതനായ തൃശൂർ DCC അധ്യക്ഷൻ ജോസഫ് ടാജറ്റാണ്. മറ്റു 13 പേർക്കും സ്ഥാനം നഷ്ടമാകുമെന്നാണ് അറിയാൻ കഴിയുന്നത്. സ്ഥാനം നഷ്ടപ്പെടുന്ന DCC പ്രസിഡന്റുമാരിലും KPCC ജനറൽ സെക്രട്ടറിമാരിലും മികച്ച പ്രകടനം കാഴ്ചവെച്ച ആളുകളെ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പരിഗണിക്കുമെന്ന സൂചനകളും പുറത്തു വരുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട മാറ്റം എന്ന് പറയുന്നത് പുതുതായി നിയമിക്കപ്പെടുവാൻ പോകുന്ന DCC അധ്യക്ഷന്മാർക്കോ KPCC മെമ്പർമാർക്കോ KPCC സെക്രട്ടറിമാർക്കോ KPCC ജനറൽ സെക്രട്ടറിമാർക്കോ തദ്ദേശ തെരഞ്ഞെടുപ്പുകളിലോ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലോ മത്സരിക്കുവാനുള്ള അനുവാദം ഉണ്ടായിരിക്കുകയില്ല. പൂർണ്ണമായും സംഘടനാ പ്രവർത്തനത്തിന് വേണ്ടിയായിരിക്കും പാർട്ടി ഇവരെ വിനിയോഗിക്കുക. ഇക്കാര്യങ്ങളെല്ലാം സമയബന്ധിതമായും ഫലപ്രദമായും നടപ്പാക്കാൻ കഴിഞ്ഞാൽ അത് പാർട്ടി സംഘടനാ സംവിധാനത്തിന് പുതു ഊർജം നൽകുമെന്നും തദ്ദേശ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും വലിയ വിജയം നേടിയെടുക്കുവാൻ കഴിയുമെന്നുമാണ് പാർട്ടി നേതൃത്വം വിലയിരുത്തുന്നത്. ഈ രാഷ്ട്രീയ വാർത്തകളും ചിന്തകളും നിങ്ങളുമായി പങ്കുവച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കൂടുതൽ രാഷ്ട്രീയ വാർത്തകൾക്കും ചിന്തകൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.